Hello guys and welcome back to my YouTube channel. So ഇതൊരു ട്രാവൽ വ്ളോഗാണ് ആൻഡ് ബൈ ദ വേ അത് പറയുന്നതിന് മുന്നേ ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം ഞാൻ വീഡിയോ ഇട്ടിട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അത്യാവശ്യം കുറച്ച് മടികളൊക്കെ കൊണ്ടാണ്. ഓക്കെ, സോ ഫൈനലി ഞാൻ എന്താ വീഡിയോ ഇടുകയാണ്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇട്ടൊരു വീഡിയോ ഉണ്ട്, അതായത് ഇരിങ്ങോൾക്കാവ് അമ്പലത്തിൻ്റെ വീഡിയോ. സോ അന്നേ ദിവസം തന്നെ പോയൊരു സ്ഥലമാണിത്. ഓക്കെ, സോ അതുകൊണ്ട് ഞാനൊരു ഇതിൽ കൂടുതലുള്ള ഉണ്ടായിരിക്കുന്നത് വോയിസ് ഓവർ ആയിരിക്കും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ ട്രാവൽ വീഡിയോസിൽ അത്യാവശ്യം വോയിസ് ഓവർ കൊടുത്തിങ്ങനെ പഠിക്കുകയാണ്. അതായത് ഒത്തിരിയും ചളിയൊന്നും പറയാതെ അല്ലെങ്കിൽ ഉറപ്പിക്കാതെ ആ ഒരു രീതി പോവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ട്രാവൽ വ്ളോഗ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പാണിയേലിപ്പോരാണ്. പാണിയേലിപ്പോരിനെ പറ്റി കൂടുതലൊരു ഇൻട്രോ വേണ്ട, ബിക്കോസ് നമ്മുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ട്രെൻഡിങ് ആയി പോകുന്ന സ്ഥലമാണ്. ഒരുപാട് പേര് പോയി വിസിറ്റ് ചെയ്ത് അതിൻ്റെ റീൽസും ഷോർട്സും ഒക്കെ ഇട്ട് നിങ്ങൾ പലവർക്കും അറിയാവുന്നതാണ്. എന്നാൽ കൂടി ഞാൻ ചെറിയൊരു ഇൻട്രോ ചെയ്യുകയാണ്. ഇത് എറണാകുളം ജില്ലയിൽ കാലടിക്ക് അടുത്തായിട്ടുള്ള മലയാറ്റൂരാണ് ഈ ഒരു പാണിയേലിപ്പോര് സ്ഥലമുള്ളത്. പാണിയേലി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. സ്ഥലത്തുള്ള ഒരു കാഴ്ചയാണ് അവിടെ ഒരു പോരെന്ന് പറയുമ്പോൾ യുദ്ധം. സോ അത് നമ്മുടെ വെള്ളത്തിലായിരിക്കും. ഗൂഗിൾ മാപ്പിൽ കൃത്യമായ ലൊക്കേഷൻ ഉണ്ടാവും. സോ ഈ ഒരു ബിൽഡിംഗാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടുന്ന് എൻട്രി ചെയ്യാൻ. സോ തൊട്ടടുത്ത് തന്നെ കാർ പാർക്കിംഗ് ആൻഡ് ബൈക്ക് പാർക്കിംഗ് എല്ലാം ഉണ്ട്. ബട്ട് ചാർജസ് ഉണ്ടായിരിക്കും എന്നല്ല, ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇത് ആക്ച്വലി 20 കിലോമീറ്റേഴ്സ് ഫ്രം പെരുമ്പാവൂരാണ്. ഇതിൽ നമ്മൾ ഈ ടിക്കറ്റ് നമുക്ക് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് 50 റുപ്പീസാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ ക്യാമറാസ് കൊണ്ടുപോകണമെങ്കിൽ എക്സ്ട്രാ 100 റുപ്പീസ് കൊടുക്കേണ്ടതാണ്. ആൻഡ് 2 വീലേഴ്സിന് 10 റുപ്പീസും 3 വീലേഴ്സിന് 20 റുപ്പീസും കാസിന് 30 റുപ്പീസും ആണ് വേണ്ടത്. സോ ഈ എൻട്രൻസിൻ്റെ അവിടുന്ന് ഒരു 1 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് കാട്ടിനുള്ളിൽ കൂടി നടന്ന് തന്നെ പോയിട്ട് വേണം നമുക്ക് ഈ പാണിയേലിപ്പോര് എന്നൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഓരോ പോകുന്ന വഴിക്ക് നമുക്ക് വാർണിംഗ് സൈൻസ് ഉണ്ടാവും. ഇങ്ങനെ ആനിമൽസ് വരുന്നതായിട്ടുള്ള വാർണിംഗ് സൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് വരുന്നത് ഈ അത്യാവശ്യം ഇത് അധികം ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു ഈ ഒരു സ്ഥലത്തെ പറ്റി. ഇത് നമ്മൾ റീൽസിലുമൊക്കെ കണ്ടാണ് ട്രെൻഡിങ് ആയി. ഇപ്പം ഈ ഒരു അടുത്തിടയ്ക്കായിട്ടാണ് ഇത്ര അധികം തിരക്ക് ഇവിടെ വരുന്നതാണ് ഇവിടുത്തെ ഗാർഡ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴിവതും പൈസ കയ്യിൽ കൊണ്ടുവരാൻ നോക്കണം. കാരണം ഇവിടെ ഗൂഗിൾ പേയോ അങ്ങനെ കാർഡ്സോ ഒന്നും എടുക്കുന്നതായിരിക്കില്ല. സോ നമ്മൾ കയ്യിൽ കാശ് കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ. ആൻഡ് ഇതിന്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 8 മണി തൊട്ട് 4 മണി വരെയാണ്. ആൻഡ് നമ്മൾ പോയ സമയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം മഴ തുടങ്ങി വരുന്ന സമയമായതുകൊണ്ട് ഒബ്വിയസ്ലി നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ആരെയും അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അത്യാവശ്യം വേനൽക്കാലത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കിടലിനാണ്. അത്യാവശ്യം ഈ ഒരു ടൈം പോയപ്പോഴായാലും കിടലിനായിരുന്നു. പക്ഷെ വേനൽക്കാലത്ത് പോവുകയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുളിക്കാനും വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ കഴിയാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ കുറേ ട്രീ ഹൗസസ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് ട്രീ ഹൗസിന്റെ മേളിൽ കയറാൻ പറ്റത്തില്ല. മഴ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. നല്ലൊരു ഒഴുക്കം ഉണ്ടായതുകൊണ്ട് ഗാർഡ്സ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മളെ അങ്ങോട്ടേക്ക് കൂടുതലായിട്ട് വെള്ളത്തിലേക്ക് ഇറക്കാനോ അല്ലെങ്കിൽ ഈവൻ കാല് നനയ്ക്കാൻ അങ്ങനൊക്കെ പോലും ഇറക്കാനായിട്ട് അവരെ ഇങ്ങനെ അത്ര പ്രോത്സാഹിപ്പിക്കത്തില്ലായിരുന്നു. മഴ തുടങ്ങുന്ന സമയത്ത് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്കിപ്പം അപ്ലോഡ് ചെയ്യാൻ, അതായത് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇപ്പം അപ്ലോഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പം ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഈ മഴ തുടങ്ങിയ സമയത്തെ വെള്ളത്തെക്കാട്ടും കൂടുതലായിട്ട് വെള്ളം ഇപ്പം ഉണ്ടായതുകൊണ്ട് മാക്സിമം നിങ്ങൾ സേഫായിട്ടൊക്കെ ഒത്തിരി വെള്ളത്തിലേക്ക് ഇറങ്ങിയോ അല്ലെങ്കിൽ ഇറങ്ങാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതെ സേഫായിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ. ഇവിടെ കാണുന്ന പോലെ അങ്ങ് ദൂരെ ആ ഒരു കല്ലിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഈ ഒരു പാണിയേലിപ്പോര് ഈ പുഴകൾ തമ്മിലുള്ള പോര് നടക്കുന്നത്. വലിയ ട്രെക്കിംഗ് ആയിട്ട് പോകേണ്ട ഒരു ഇതില്ലെങ്കിൽ പോലും അത്യാവശ്യം ചെറിയ പാറയുടെ മേളിലൊക്കെ കയറി വേണം നമ്മൾ ആ ഒരു പോര് കാണാൻ വേണ്ടിയിട്ട് അങ്ങേ അറ്റം വരെ പോകേണ്ടത്. നമ്മൾ പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. ഒരുപാട്
ഇപ്പം പല പല സ്ഥലത്തു നിന്നും, കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ പല പല ആൾക്കാരാണ് ഇവിടെ ഇത് കാണാൻ വരുന്നത്. ഇവിടെ കുറെ ഗാർഡ്സ് ഉണ്ട്, ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും. അവർ നമുക്കിങ്ങനെ ഓരോ പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടാണ് നമ്മൾ അവിടേക്ക് വിടുന്നത്. ഇവർ പറയുന്നുണ്ടായിരുന്നു തലേ ദിവസത്തെ ഒരു ദിവസത്തെ മഴ കാരണമാണ് ഇത്രയധികം വെള്ളം എന്ന് അവർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ ഇത്രയും നാളിപ്പം 2-3 ആഴ്ചയായിട്ട് നല്ല രീതിയിൽ മഴ ഉണ്ടാണ്ട് ഇപ്പൊ അവിടുത്തെ വെള്ളം എന്ന് പറയുമ്പം ഇതിന്റെ അങ്ങ് ഇരട്ടിയായിരിക്കും. അന്ന് തന്നെ ഒരു 4 അടി പൊക്കത്തില് വെള്ളം കയറിയിട്ടുണ്ടായിരുന്ന ഒരു ചേട്ടൻ അവിടെ പറഞ്ഞത്. പിന്നെ ശനിയും ഞായറും ദിവസങ്ങൾ, അല്ലെങ്കിൽ ലീവ്, വെക്കേഷൻ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഉള്ള ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ അത്യാവശ്യം അങ്ങനെ ഈ കോളേജ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ കപ്പിൾസ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരു ഹോളിഡേ ദിവസം പോയത് കൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. ഈവൻ ട്രാവലറിൽ വരെ ആൾക്കാർ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയാണ്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു ഫോറസ്റ്റ് വൈബ് അല്ലെങ്കിൽ ഒരു മൗണ്ടൻ വൈബ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ എന്നെപ്പോലെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. അപ്പം അങ്ങനെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ്. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് ഇങ്ങനെ കാടിനുള്ളിൽ കൂടെ ഓരോ ചെടികളും മരങ്ങളും ഒക്കെ കണ്ടിട്ട് വേണം നമ്മൾ അവിടേക്ക് പോകാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അത്യാവശ്യം കുട്ടികളായിട്ട് വരുമ്പോഴത്തേക്ക് ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് അങ്ങനെ വല്ലതും പോകുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് സേഫായിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഓൾറെഡി ഇവിടുത്തെ ചാർജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 50 റുപ്പീസാണ്. ആൻഡ് നമ്മൾ ക്യാമറാസ് അങ്ങനെയുള്ള യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 100 റുപ്പീസിന് കൊടുക്കേണ്ടതാണ്. സോ അത് ആക്ച്വലി കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അപ്പം നമ്മൾ ആക്ച്വലി ക്യാമറ കൊണ്ടുപോയത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ 100 റുപ്പീസോടെ പേ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ ഗായ്സ്, ഈ ഒരു വേനൽക്കാലത്ത്, ഇപ്പം മഴക്കാലമാണ്, വേനൽക്കാലത്ത് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്ന പറയുമെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ ആശ്വാസം തരുന്നതായിരിക്കും. നമുക്കിപ്പോഴും നമ്മുടെ കേരളത്തിന് ചൂടറിയാം. സോ ആ ചൂടിൽ നിന്ന് ഒരു രക്ഷപ്പെടലായിട്ട് ഇവിടെ പോകുമ്പോൾ അത് വേറൊരു ഫീലാണ്. നമുക്ക് അത്യാവശ്യം നമ്മളെ ഒരു മൈൻഡ് തന്നെ ഫ്രഷ് ആക്കുന്ന, റിഫ്രഷിങ് ആക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിക്കുമ്പോൾ തന്നെ കറക്റ്റ് ലൊക്കേഷനായിട്ട് നമുക്ക് എത്തിച്ചേരുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഇത് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണുള്ളത്. പാണിയേലി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. സ്ഥലത്ത് ഈ ഒരു പോര് നടക്കുന്നത് കൊണ്ട് ആ ഒരു സ്ഥലത്ത് ഈ ഒരു കാഴ്ചക്ക് പാണിയേലി പോര് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തുമാത്രം ഒഴുക്കും എന്തുമാത്രം വെള്ളവും ആണിപ്പോൾ ഉള്ളത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വഴുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇവിടെ വേറെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുമ്പം നമ്മൾ ഇത് കാണാൻ വരുന്ന ആൾക്കാരാണ്. സോ ഇത് നമ്മൾ നേച്ചറായിട്ട് തരുന്ന കുറെ ഗിഫ്റ്റ്സ് ആണ്. സോ ഇവിടെ നമ്മളായിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുന്നത് അതൊട്ടും ശരിയല്ല. അത് ഒരു ബാഡ് ഹാബിറ്റ് പോലെയാണ്. നമ്മൾ ഇവിടെ തന്നെ പേപ്പർ റാപ്പേഴ്സും ബോട്ടിൽസും ഒക്കെ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുപോവാം അവിടെ നിന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെഷർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു പിക്നിക് പോലെ കൊണ്ടുപോവാം. പക്ഷെ കഴിവതും അവിടെ അത് ഡിസ്പോസ് ചെയ്യാതെ നിങ്ങളായിരിക്കുന്ന ആ ഒരു സറൗണ്ടിങ് നീറ്റായിട്ട് നമുക്ക് പ്രകൃതിക്ക് നമ്മളിങ്ങനെ ഓരോ ഗിഫ്റ്റ്സ് നമ്മൾ പ്രകൃതിയായിട്ട് നമുക്ക് തരുമ്പോഴത്തേക്ക് അതിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അത് നിസ്സാരമായി തോന്നാം. ഇപ്പം നമ്മൾ ഇടുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു പേപ്പർ അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു റാപ്പർ അല്ലേ ഉള്ളൂ, ഒരു പ്ലാസ്റ്റിക് അല്ലേ ഉള്ളൂ എന്നൊക്കെ തോന്നാം. പക്ഷെ അങ്ങനെ വിചാരിച്ച ഒരു 10, 15, 100 ആൾക്കാർ ഇടുമ്പോഴത്തേക്ക് ആ ഒരു സ്ഥലം മുഴുവനായിട്ട് ഡാമേജ് ആയി. മഴയല്ലായിരുന്നു നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ള ഈ ഒരു പാറമേലൊക്കെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു എന്നാ ഗാർഡ്സ് പറഞ്ഞത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മഴ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഒഴുക്കലുണ്ടാവുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഒന്നും കയറ്റി വിട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം ഈ ഒരു മഴക്കാലത്ത് വന്നപ്പം എനിക്ക് കാണാൻ സാധിച്ച ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ റീൽസിൽ, അതായത് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ഈ പാണിയിൽ പോയിൽ
പോരിൻ്റെ ഇത് കാണിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം നോട്ടീസ് ചെയ്യുന്നത്, നമ്മളെല്ലാവരും കാണുന്ന ഒരു കുഞ്ഞു മുള കൊണ്ടുള്ള പാലമാണ്. സോ ഈ ഒരു വെള്ള സമയത്ത് നിങ്ങൾക്ക് കാണാം എത്രമാത്രം ഒഴുക്കുണ്ട്. ആ ഒരു മുള പോലത്തെ ആ ഒരു ചെറിയ പാലം പോലും ഫുൾ കവറായിരിക്കുവാണ് വെള്ളം കൊണ്ട്. അത്രമാത്രം ഒഴുക്കാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പൊ ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ഈ പോര് മെയിൻലി നടക്കുന്നത്. സോ അവിടെ അങ്ങ് വരെ നമുക്ക് വേനൽക്കാലത്ത് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ, ഈ കാഴ്ച അടുത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഇത്രമാത്രം ഒഴുക്കും ഒക്കെ ആയതുകൊണ്ട് നമ്മളെ ആരെയും കുളിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനോ ഒന്നും അനുവദിക്കുന്നില്ലായിരുന്നു. ഇവിടെ നിൽക്കുകയാണ് രണ്ടുപേരും. ഞങ്ങൾ 3 പേരാണ് പഴക്കക്കാറുള്ളൂ, ബാക്കിയൊക്കെ പുതിയത്. ഓ, ഇവിടെ എല്ലായ്പ്പോഴും ഇത്രയും വെള്ളം ഉണ്ടാവുമോ അതോ വെള്ളം ഇതിനൊരു 4 അടി വെള്ളം കുറവായിരിക്കും. ഓ, കുളിക്കാം ഒക്കെ ചെയ്യും. ഏത് വേനൽക്കും കുളിക്കാനുള്ള വെള്ളമുണ്ട്. അതാണ് പെരിയാറിന്റെ ഒരു ഗുണം ഉള്ളത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നിങ്ങൾ വേനൽക്കാലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കിടലിനായിരിക്കും, നിങ്ങൾക്ക് കുളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഈ മൺസൂൺ ടൈം പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ബിക്കോസ് അവിടെ കുളിക്കാനൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഇത്രയധികം മനോഹരമായിട്ട് നമ്മുടെ പെരിയാറ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.